ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് കാത്തു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ 7 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ സൈഡൊക്കെ മുഴുവൻ കട്ട് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ആ മുറിച്ച് വെച്ചിട്ടുള്ള ആ സൈഡ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആ ഒരു കളർ ഡിഫറൻസ് വരും, അതുകൊണ്ടാണ് ഞാൻ വെള്ള കളർ മാത്രം എടുത്തത്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. ഇതൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കണം. ആ ഒരു പരുവത്തിൽ ആവശ്യാനുസരണം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ കുഴച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് ബോൾ ഷേപ്പിൽ ഇതാക്കിയെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതേപോലെ ബോളുകളാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കാൻ വെക്കണം. വെളിച്ചെണ്ണ എടുക്കരുത്, എന്നാൽ ഒരു വെളിച്ചെണ്ണയുടെ ചുവ മുന്നിട്ട് നിൽക്കും. ഇനി അതിലോട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പം എന്താ കണ്ടില്ലേ, ഒരു ഗോൾഡൻ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കളർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബ്രെഡിൻ്റെ സൈഡ് പൊടിച്ച് അത് ഉണ്ടാക്കിയതാണ്. ഇനി 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അല്ലേ, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോളുകളുണ്ടല്ലോ, അതെടുത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് അതിൽ കിടന്നതൊന്ന് സോക്കായി കിട്ടണം. ഇത് നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ ആ സൈഡുണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളർ വ്യത്യാസം കണ്ടോ രണ്ടിതിൻ്റെ. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം കുറച്ച് സമയം അത് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം.